കായലിലെ ഓളങ്ങളെ കീറിമുറിച്ച് 100-ലധികം ആളുകൾ ഒരേ താളത്തിൽ തുഴയെറിയുമ്പോൾ പുന്നമടക്കായലിൽ ഉയരുന്ന ആവേശം അത് വേറൊരു ലോകം തന്നെയാണ്. കേരളത്തിന്റെ സ്വന്തം വാട്ടർ ഫോർമുല 1 എന്ന് വിളിക്കപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഈ പാരമ്പര്യ പോരാട്ടത്തിന് പിന്നിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ചില കൗതുകകരമായ വസ്തുതകളുണ്ട്. നെഹ്റു ചാടിക്കയറിയ ആ ചരിത്ര സംഭവം, നെഹ്റു ട്രോഫിയുടെ തുടക്കം തന്നെ ഒരു സിനിമാറ്റിക് സംഭവമായിരുന്നു. 1952-ൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോഴാണ് ഇതിന്റെ തുടക്കം. അദ്ദേഹത്തിന് മുന്നിൽ ഒരുക്കിയ പ്രദർശന വള്ളംകളിയുടെ ആവേശം കണ്ട നെഹ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ച് ഒന്നാമതെത്തിയ നടുഭാഗം ചുണ്ടനിലേക്ക് എടുത്തുചാടി. ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം സ്വന്തം ഒപ്പുവെച്ച വെള്ളിയിൽ തീർത്ത ഒരു ചുണ്ടൻ വള്ളത്തിന്റെ മാതൃക അദ്ദേഹം സമ്മാനമായി അയച്ചുകൊടുത്തു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന അഭിമാനകരമായ നെഹ്റു ട്രോഫി. ഇവിടെ മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. ഈ ഒറിജിനൽ ട്രോഫിയുടെ സുരക്ഷ മുൻനിർത്തി അത് സർക്കാർ ഖജനാവിലാണ് സൂക്ഷിക്കുന്നത്. ജേതാക്കൾക്ക് നൽകുന്നത് ഇതിന്റെ പകർപ്പാണ്. എന്തുകൊണ്ട് വാട്ടർ ഫോർമുല 1 ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കയാക്ക് അല്ലെങ്കിൽ കനോ ടൈപ്പ് വള്ളങ്ങൾ നമ്മുടെ ചുണ്ടൻ വള്ളങ്ങളാണ്. ഏകദേശം 100 മുതൽ 138 അടി വരെ നീളമുള്ള ഒരു ചുണ്ടൻ വള്ളത്തിൽ 100-ലധികം ആളുകളാണ് ഒരേ സമയം തുഴയുന്നത്. സെക്കൻഡുകളുടെ 100-ലൊരംശത്തിന്റെ വ്യത്യാസത്തിലാണ് പലപ്പോഴും വിജയികളെ തീരുമാനിക്കുന്നത്. ടാക്ടിക്സും അച്ചടക്കവും കഠിനാധ്വാനവും ഒത്തുചേരുന്ന യഥാർത്ഥ വാട്ടർ റേസിംഗ്. യുദ്ധതന്ത്രവും കണക്കുകൂട്ടലുകളും ഒരു ചുണ്ടൻ വള്ളം ഉണ്ടാക്കുന്നത് നിസ്സാര കാര്യമല്ല. ആഞ്ഞിലിത്തടിയിൽ നിർമ്മിക്കുന്ന ഈ വള്ളങ്ങളുടെ ഘടനയിൽ പണ്ടത്തെ യുദ്ധതന്ത്രങ്ങളും സയൻസും ഒളിഞ്ഞിരിപ്പുണ്ട്. യുദ്ധ ആവശ്യങ്ങൾക്കായി കായലുകളിൽ അതിവേഗം സഞ്ചരിക്കാനാണ് പണ്ട് രാജാക്കന്മാർ ഇത്തരം വള്ളങ്ങൾ രൂപകൽപ്പന ചെയ്തത്. ഓരോ തുഴച്ചിൽക്കാരന്റെയും ഭാരവും തുഴയുന്ന താളവും കൃത്യമായി ഗണിച്ചാണ് വള്ളത്തിൽ ആളെ ഇരുത്തുന്നത് പോലും. വഞ്ചിപ്പാട്ടിന്റെ താളവും അമരക്കാരുടെ മിടുക്കും. വള്ളംകളിയിൽ വഞ്ചിപ്പാട്ടുകൾ വെറുമൊരു പാട്ടുപാടൽ മാത്രമല്ല, അത് തുഴച്ചിൽക്കാർക്കുള്ള യഥാർത്ഥ ടൈമർ ആണ്. പാട്ടിന്റെ ഈണവും താളവും മാറുന്നതിനനുസരിച്ചാണ് തുഴച്ചിൽക്കാരുടെ വേഗതയും മാറുന്നത്. പാട്ടുകാരുടെ താളം തെറ്റിയാൽ വള്ളത്തിന്റെ വേഗത കുറയും. അതുപോലെ തന്നെയാണ് അമരക്കാരുടെ കാര്യവും. വള്ളത്തിന്റെ പിൻഭാഗത്ത് 15 അടിയോളം നീളമുള്ള വലിയ പങ്കായങ്ങളുമായി നിൽക്കുന്ന അമരക്കാരാണ് കാറ്റിനെയും ഓളങ്ങളെയും പ്രതിരോധിച്ച് വള്ളത്തിന് കൃത്യമായ ദിശയും കുതിപ്പും നൽകുന്നത്. കൂട്ടായ്മയുടെയും നാടിന്റെയും ഉത്സവം. ഒരു ചുണ്ടൻ വള്ളം മത്സരത്തിന് ഇറക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയും മാസങ്ങളുടെ കഠിനാധ്വാനവും ആവശ്യമാണ്. ജാതി മത ഭേദമന്യേ ഒരു നാട് മുഴുവൻ ഒത്തുചേർന്ന് നടത്തുന്ന പരിശീലനവും ഭക്ഷണവുമെല്ലാം ഒരു നാടിന്റെ വലിയൊരു സാംസ്കാരിക ഉത്സവമാണ്. ഓളപ്പരപ്പിലെ ഈ ഫോർമുല 1 പോരാട്ടം നേരിട്ട് കണ്ട അനുഭവം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ താഴെ കമന്റ് ചെയ്യൂ.